Hi dears, good morning. Today we are discussing the topic the barriers of communication. This topic is included in the first sem common course paper, functional grammar and communication. It is the first sem common course paper for the Calicut University students, degree students. Here we are discussing the topic barriers of communication. We can say that communication is simply the exchange of ideas. Communication means the exchange of ideas. Here, a lot of reasons or a lot of factors that affect the free flow of communication, and such factors are called barriers. കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്തുന്ന ചില കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെയാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. The elements that obstruct the free flow of communication, that means from the sender to the receiver, are called barriers of communication, and there must be proper encoding and decoding. During the communication process, there must be proper encoding and decoding. Encoding means put a thought in a message, and decoding means interpretation of that message. നമ്മൾ അയക്കുന്ന മെസ്സേജ് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിൽ മാത്രമാണ് അവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. അങ്ങനെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ തടസ്സമാകുന്ന ഫാക്ടേഴ്സിനെയാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഹിയർ ദീസ് ബാരിയേഴ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, organizational barrier, verbal barrier and non-verbal barrier. അങ്ങനെ 5 കാറ്റഗറി ആയിട്ടാണ് ഈ ബാരിയേഴ്സിനെ തിരിച്ചിട്ടുള്ളത്. The first one is intrapersonal barrier. Intrapersonal communication means the communication that we talk to ourselves, or that the communication that we are making to ourselves. നമ്മളോട് തന്നെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്. ദാറ്റ് മീൻസ് സെൽഫ് അനാലിസിസ്. അതൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്നത്. ആൻഡ് ഇൻ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ there are some subtopics or sub barriers. ഇൻട്രാപേഴ്സണൽ ബാരിയേഴ്സില് ചില സബ് ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് റോങ് അസംഷൻ ഓർ പ്രെജുഡീസ്. പ്രെജുഡീസ് മീൻസ് മുൻവിധികൾ അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ. റോങ് അസംഷൻ മീൻസ് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മുൻവിധികൾ. റോങ് അസംഷൻ ഓർ പ്രെജുഡീസ് മീൻസ് an opinion of a person without any reason or logic. ഈ റോങ് അസംഷൻ അല്ലെങ്കിൽ പ്രെജുഡീസ് എന്ന് പറയുന്നത് it is an opinion of a person without any reason or logic. ഒരു കാരണം ഉണ്ടാവില്ല അല്ലെങ്കിൽ യുക്തിയില്ലാത്ത ന്യായീകരണങ്ങൾ, അഭിപ്രായങ്ങളെയാണ് നമ്മൾ പ്രെജുഡീസ്, മുൻവിധികൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻ ഫേവർ ഓഫ് ഓർ എഗെയിൻസ്റ്റ് സംതിങ് ഓർ സംവൺ. അതെന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഇൻ ഫേവർ ഓഫ് ഓർ എഗെയിൻസ്റ്റ്. ഒരു പക്ഷെ ഒരാൾക്ക് അനുകൂലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ മോശമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ആകാം ഈ prejudice ഉണ്ടാകുന്നത്. And it is often based on ignorance and lack of information. And these ignorance or these prejudice is often based on ignorance. Ignorance means അജ്ഞത, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ. And lack of information, ശരിയായ വിവരങ്ങൾ നമുക്ക് ഇല്ലാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ പേരിലോ ആകാം ഇങ്ങനെയുള്ള prejudice, മുൻധാരണകൾ വരുന്നത്. And example, prejudice against certain communities and group of people. ചില വ്യക്തികളെ കുറിച്ച് അല്ലെങ്കിൽ ചില കമ്മ്യൂണിറ്റീസിനെ കുറിച്ചുള്ള നമ്മളുടെ തെറ്റിദ്ധാരണകൾ. കമ്മ്യൂണിക്കേഷൻ is culture specific and a system of symbols and beliefs. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് it is culture specific and it is a system of symbols and
ബിലീഫ്സ്, വിശ്വാസങ്ങളുടെ അല്ലെങ്കിൽ ഒരു പ്രതീകങ്ങളുടെ ഒക്കെ ആകത്തുകയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇഗ്നോറൻസ് ഇൻ കൾച്ചറൽ സിംബൽസ് മേ ലീഡ് ടു കൾച്ചറൽ കോൺഫ്ലിക്ട്സ്. കൾച്ചറൽ സിംബൽസിനെ കുറിച്ച് നമ്മൾക്ക് ശരിയായ രീതിയിൽ അറിയില്ല എങ്കിൽ ഇറ്റ് മേ ലീഡ് ടു കൾച്ചറൽ കോൺഫ്ലിക്ട്സ്. ആൻഡ് ഹിയർ ദർ ഇസ് എൻ എക്സാമ്പിൾ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അമേരിക്കൻ ആൻഡ് ചൈനീസ്. രണ്ടുപേരും കൂടി ബോത്ത് ഓഫ് ദം ഗോ ടു എ ഗ്രേവ്. രണ്ടുപേരും ശവക്കല്ലറയിലേക്ക് പോകുന്ന സമയത്ത് ദ ചൈനീസ് ഡെഡിക്കേറ്റഡ് എ പ്ലേറ്റ് ഓഫ് ഡിഷ്, അല്ലെങ്കിൽ എന്താണ്, ഡെലീഷ്യസ് ഡിഷ് കൊടുത്തു. ആ ഗ്രേവില് ചൈനക്കാരൻ അയാളുടെ ആൻസിസ്റ്ററുടെ ആ ഗ്രേവിൽ, ശവക്കല്ലറയില് ഡെലീഷ്യസ് ഫുഡ് വെക്കുന്നു. ആൻഡ് ദി അമേരിക്കൻ പുട്ട് എ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അമേരിക്കക്കാരൻ ഫ്ലവേഴ്സ് ആണ് വെക്കുന്നത്. അമേരിക്കക്കാരൻ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് കാണുന്നത് ചൈനക്കാരൻ ഈ ഡെലീഷ്യസ് ഫുഡ് വെക്കുന്നതാണ്. ആൻഡ് അറ്റ് ദ ടൈം ഹി ബിഗാൻ ടു മോക്ക് അറ്റ് ദീസ് ചൈനീസ്. അയാളെ പരിഹസിക്കാൻ തുടങ്ങി, ചൈനക്കാരനെ പരിഹസിക്കാൻ തുടങ്ങി. എന്ന് ചോദിച്ചു, ഐ ആം തിങ്കിങ്, ഞാൻ ഇയാളിങ്ങനെ പരിഹസിക്കുന്ന സമയത്ത് ചൈനക്കാരൻ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് അയാൾ മറുപടി പറയാണ്, ഐ ആം തിങ്കിങ് വെൻ യുവർ ഗ്രാൻഡ് പാ വിൽ കം ടു ഈറ്റ് ഇറ്റ് ഫ്രം ദ ഗ്രേവ്. ചോദിച്ചു, എന്താ ചോദിച്ചത്? ഐ എം തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയാണ്, എന്താണ്, വെൻ യുവർ ഗ്രാൻഡ് പാ വിൽ കം ടു ഈറ്റ് ഇറ്റ് ഫ്രം ദ ഗ്രേവ്. ശവക്കല്ലറയിൽ കിടക്കുന്ന നിന്റെ അപ്പൂപ്പൻ എപ്പോഴാ ഈ ഫുഡ് വന്ന് തിന്നുന്നതെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു, ഞാൻ അതായിരുന്നു ആലോചിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴേ ചൈനക്കാരൻ തിരിച്ച് അതേപോലെ മറുപടി കൊടുത്തു. എന്താണ് പറഞ്ഞത്? ബൈ ദി ടൈം യുവർ ഗ്രാൻഡ് ഫാദർ come out and have smelt all these flowers, then my grandpa would have finished the entire dish. മറുപടി പറഞ്ഞു, നിന്റെ അപ്പൂപ്പൻ ശവക്കല്ലറയിൽ നിന്ന് എണീറ്റ് വന്ന് ഈ പൂവെല്ലാം മണത്തോണ്ടിരിക്കുന്ന സമയമാകുമ്പോഴേക്കും എൻ്റെ അപ്പൂപ്പൻ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടാവും എന്ന ആ ഒരു പരിഹാസം. ദാറ്റ് മീൻസ് വി ഹാവ് ടു be familiar with the culture and the cultural background, otherwise it may lead to conflicts. Then second one, varied perceptions. നമ്മളിപ്പോൾ പറയുന്നത് we are talking about intrapersonal communication and the subtopics or the sub barriers, the barriers that included in intrapersonal communication. First one നമ്മൾ പറഞ്ഞു, it is prejudice or wrong assumption. Second one, varied perception. Perception means concepts, നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. Here self-image based on heredity, environment and experience is called perceptions. And we accept communication if it is compatible with our self-image. If it is against our perception, we reject it. നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ സ്വീകരിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അവർ സെൽഫ് ഇമേജ് ഓർ അവർ പെർസെപ്ഷൻ. നമ്മളുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല. സോ വി മസ്റ്റ് ബി or there must be a chance of rejecting or accepting this communication. So varied perception become a barrier in intrapersonal communication. The third one is differing background. Differing background means it refers to rank or position which could be economic, social or professional based on status. Differing background, നമുക്കറിയാം, higher officials and lower officials and their communication is often formal. Higher officials, superior officialsum ലോവർ ഓഫീഷ്യൽസും തമ്മിലുള്ള, ലോവർ ലെവൽ എംപ്ലോയി അവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓഫൺ ഇറ്റ് ഈസ് ഫോർമൽ ആൻഡ് ഓഫൺ ഹൈറാർക്കി മേക്സ് എ ഡിഫറൻസ്. ആ ഒരു ഹൈറാർക്കിയാണ്. ഹൈറാർക്കി മീൻസ് ശ്രേണിയാണ്. ഏറ്റവും മുകളിലത്തെ ഓഫീസർ, അതിന് തൊട്ട് താഴെ, അതിന് തൊട്ട് താഴെ എന്നുള്ള ഒരു ശ്രേണിയിലാണ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ റാങ്ക്സ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ നോർമൽ കമ്മ്യൂണിക്കേഷൻ. അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫൺ നോർമൽ. ആൻഡ് വെൻ എ പേഴ്സൺ ബിക്കംസ് ടു കോൺഷ്യസ് ഓഫ് ഹിസ് സ്റ്റാറ്റസ് ഇറ്റ് ബിക്കംസ് എ ബാരിയർ. ഇനി ഈ സുപ്പീരിയർ ഓഫീസർ അല്ലെങ്കിൽ ഈ ലോവർ ലെവൽ എംപ്ലോയി എന്ന് പറയുന്നത് ഈസ് ടു മച്ച് കോൺഷ്യസ് ഓഫ് ഹിസ് പൊസിഷൻ. അതിനിടയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവരവരുടെ പദവിയെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആകുന്ന സമയത്ത് there must be no proper communication. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല. സോ ഇറ്റ് become a barrier. Next one is interpersonal barrier. Interpersonal communication means it is the communication between people. Here
interpersonal barrier. Sometimes our reactions are not balanced or objective, that is, they are of extreme nature. നമ്മൾ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആയിരിക്കില്ല. ഇറ്റ് മേ ബി ഇൻ എക്സ്ട്രീം പൊസിഷൻസ്. ദാറ്റ് മീൻസ് ഓഫൺ വി ആർ ഗുഡ് അറ്റ് ഫൈൻഡിങ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് അതേഴ്സ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തും. കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ മാക്സിമം അങ്ങേയറ്റം നമ്മൾ പറയാറുണ്ട്. ആൻഡ് ദസ് വി കമ്മിറ്റ് എറർ ഓഫ് ജഡ്ജ്മെന്റ് ഓർ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. അങ്ങനെ നമ്മൾ എന്താണ് കമ്മിറ്റ് എറർ ഓഫ് ജഡ്ജ്മെന്റ്. നമ്മളുടെ ആ ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റ് സംഭവിക്കുന്നു. നമുക്ക് വിധിക്കാൻ കഴിയാതെ ശരിയായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റാതെ വരുന്നു. ഓർ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. ആൻഡ് ഹിയർ കംസ് ഹാലോ ഇഫക്റ്റ് ആൻഡ് ഹോൺ ഇഫക്റ്റ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, what is halo effect and horn effect. Halo effect is the positive first impression that leads to treat others more favorably. ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പറയാറുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഈ ഒരാളെ നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല ആ വ്യക്തിയെ, പക്ഷെ നമുക്കൊരു ഇഷ്ടം തോന്നും. അതേസമയം ചില ആളുകളെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിൽ, ഇഷ്ടം മീൻസ് നമുക്ക് അവരോട് ഒരു സ്നേഹം, ഒരു പ്രത്യേക താല്പര്യം തോന്നുന്ന അത്തരത്തിൽ ഒരു സ്വഭാവത്തെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മളോട് ചിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു ചിരിക്കും. അതേസമയം ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ദേഷ്യം തോന്നും. ഒരു കാരണം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇഫക്റ്റിനെയാണ് ഹോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഹാലോ ഇഫക്റ്റ് ഈസ് ദി പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷൻ ദാറ്റ് ലീഡ്സ് ടു ട്രീറ്റ് അതേഴ്സ് more favorably, and horn effect is the negative first impression that leads to treat others less favorably. രണ്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. Then the next one is emotional outburst. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒപ്പീനിയൻസ്. നെക്സ്റ്റ് വൺ ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. ഇമോഷൻസ് ക്യാൻ ബി പോസിറ്റീവ് ലൈക്ക് ഹാപ്പിനെസ് ഓർ ജോയ്, ഓർ നെഗറ്റീവ് ലൈക്ക് ഫിയർ, ആങ്കർ ഓർ മിസ്ട്രസ്റ്റ്. എന്താകാം? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ് ആകാം, നെഗറ്റീവ് ഇമോഷൻസ് ആകാം. നമുക്ക് ഹാപ്പിനെസ്, അതേപോലെ തന്നെ ജോയ്, ഇതൊക്കെ പോസിറ്റീവ് ഇമോഷൻസ് ആണ്. നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഫിയർ, ആങ്കർ, മിസ്ട്രസ്റ്റ് എക്സെട്ര. ആൻഡ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമോഷൻസ് ആക്ട് ആസ് എ ബാരിയർ ഇഫ് ദേ ആർ നോട്ട് കെപ്റ്റ് ഇൻ ചെക്ക്. നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, ശരിയായ രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ, these emotions become a barrier. കാരണം ഇപ്പൊ നമുക്ക് നമ്മൾ പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് കിട്ടി, നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷപ്രദമായ ഒരു നിമിഷം ഉണ്ടെങ്കിൽ നമ്മൾ അധികമായിട്ട് ആഘോഷിക്കുക അല്ലെങ്കിൽ അധികമായിട്ട് സന്തോഷിക്കും. അതേസമയം പെട്ടെന്ന് നമ്മൾ ഒരു ദേഷ്യം അല്ലെങ്കിൽ സങ്കടം വരുന്ന രീതിയിൽ ഒരു കമന്റ് കേട്ടാൽ അതേ രീതിയിൽ നമ്മൾ എത്രത്തോളം ഹൈയിലേക്ക് നമ്മൾ പോയോ അതേ ഹാപ്പിനെസ്, എത്ര ഹാപ്പിനെസ്സിലാണ് നമ്മൾ പോയത് അതേപോലെ നമ്മൾ ഡൗൺ ആയി പോവുകയും ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്നത് ഇറ്റ് മേ ലീഡ് ടു ബാഡ് റിലേഷൻ. ശരിയായ രീതിയിൽ ആ റിലേഷൻ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് എ ബാരിയർ, ഒരു തടസ്സമായിട്ട് മാറാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ കൾച്ചറൽ ബാരിയേഴ്സ് ഓർ കൾച്ചറൽ വേരിയേഷൻസ്. നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ പറഞ്ഞതാണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ഓഫൺ ബേസ്ഡ് ഓൺ കൾച്ചർ. Here cultural variations, people with various culture and historical epochs communicate differently. For example, in conservative countries or societies like Arab and African countries, greeting the opposite gender by hugging or shaking the hand is often regarded as bad behavior, or it may lead to, or it may be regarded as moral crime. ആഫ്രിക്ക അല്ലെങ്കിൽ അറബ് കൺട്രീസിലൊക്കെ കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഷേക്കാൻ കൊടുത്ത് അങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈസ് റിഗാർഡഡ് ആസ് എ ബാഡ് മാനർ, മോശമായ പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ അതൊരു മോറൽ ക്രൈമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബട്ട് ഇൻ ദ വെസ്റ്റേൺ വേൾഡ് ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ്. നെക്സ്റ്റ് വൺ, നോയ്സ്. Noise that may be physical or environmental noise. Noise
created by external factors like traffic, then playing of loud music, trains or aeroplanes, crowds of people, etc., affect our communication. നോയ്സ് വളരെയധികം കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് നോയ്സ് ദാറ്റ് ആർ ക്രിയേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ട്രാഫിക്കിലൂടെ, ദെൻ പ്ലേയിങ് ഓഫ് ലൗഡ് മ്യൂസിക്, ദെൻ ട്രെയിൻസ് ഓർ എയ്റോപ്ലെയിൻസ്, ട്രെയിനിന്റെയോ അതേപോലെ എയ്റോപ്ലെയിൻ്റെ ഒക്കെ സൗണ്ട്, ദെൻ ക്രൗഡ്സ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ഒച്ച, ഇതൊക്കെ അഫക്റ്റ് അവർ കമ്മ്യൂണിക്കേഷൻ. ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഓൾസോ ബിക്കം എ ബാരിയർ. ആളുകൾ തമ്മിലുള്ള ദൂരം അതും ഒരു പ്രശ്നമാണ്. ആൻഡ് ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഓൾസോ ബിക്കം എ ബാരിയർ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഡെഡ് ടെലിഫോൺ ലൈൻസ്, റേഞ്ച് ഇഷ്യൂസ് എക്സെട്ര. ആ ദൂരത്തിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് അധികവും റേഞ്ച് ഇഷ്യൂസ് ആകാം, അതേപോലെ തന്നെ ഡെഡ് ടെലിഫോൺ ലൈൻസ് ആകാം, ഇതൊക്കെ പ്രശ്നമാകാറുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് സ്റ്റാമറിങ്, ഹിയറിംഗ് ഡിഫക്ട്സ്, മംബ്ലിംഗ് എക്സെട്ര. സ്റ്റാമറിംഗ് എന്ന് പറഞ്ഞാൽ വിക്ക്, സംസാരിക്കുന്ന സമയത്ത് വിക്ക് ഉണ്ടാവുക, അതേപോലെ തന്നെ ഹിയറിംഗ് ഡിഫക്റ്റ്, കേൾക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതേപോലെ മംബ്ലിംഗ്. മംബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ക്ലിയർനെസ് ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ദെൻ തേർഡ് വൺ ഈസ് ഓർഗനൈസേഷണൽ ബാരിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ബാരിയേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു barriers of communication. Barriers of communication are broadly divided into 5. First one, intrapersonal communication or intrapersonal barrier. Second one, interpersonal barrier. Then third one is organizational barrier. Then here, in organizational barrier, the first one is wrong choice of medium. Medium means our madhyamam. That means the wrong choice of medium for the transmission of message become a barrier. നമ്മൾ മെസ്സേജ് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു മാധ്യമം അത് ശരിയായ രീതിയിലല്ല എങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ബാരിയർ. ഫോർ എക്സാമ്പിൾ, ദ യൂസ് ഓഫ് പവർ പോയിന്റ് ബിഫോർ ആൻ അൺഎഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് ക്രിയേറ്റ് എ പ്രോബ്ലം ഇൻ കമ്മ്യൂണിക്കേഷൻ. പവർ പോയിന്റ് എന്താണെന്നറിയാത്ത ഓഡിയൻസിന്റെ മുന്നിൽ അത് ഉപയോഗിക്കുന്നത് ഇറ്റ് മേ ബിക്കം എ wrong medium and it will become a barrier. Next one is fear of superiors. Fear of superior officials. The communication between the superiors and lower class or lower grade people are often formal and often it may become a barrier. ഈ ഹയർ ഒഫീഷ്യൽസ് ആൻഡ് ലോവർ ലെവൽ എംപ്ലോയി അവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓഫൺ ഫോർമൽ ആൻഡ് മോസ്റ്റ് ഓഫൺ this lower level employee is reluctant to send message to the higher officials because of the fear of these superiors. ഈ സുപ്പീരിയർ ഓഫീസേഴ്സിനെ പേടിച്ച് അവർക്ക് മെസ്സേജ് ഇപ്പോൾ കമ്പനിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഹയർ ഓഫീഷ്യൽസിനെ അറിയിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ദീസ് ഓഫീഷ്യൽസ്. നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ ഓവർലോഡഡ്. If there is excessive transmission of information, the receiver cannot understand, analyze or act upon overloaded messages which is beyond his mental capacity. എന്താ പറയുന്നത്? If there is excessive transmission of information, ഒരു മെസ്സേജ് ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ വാട്സപ്പ് ചാറ്റിലൊക്കെ ഒരു പരിധിയിൽ കൂടുതലായിട്ടുള്ള നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഗ്രൂപ്പിലൊക്കെ 500-1000 മെസ്സേജ് ഒക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് പലപ്പോഴും അത് വായിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ അതേപോലെ ഇഫ് ദർ ഈസ് എക്സസീവ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജ്, ദ റിസീവർ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, അനലൈസ് ഓർ ആക്ട് അപ്പോൺ ഓവർലോഡഡ് മെസ്സേജസ്. ഈ ഓവർലോഡഡ് മെസ്സേജസ് വായിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനോ കഴിയുന്നില്ല. ആൻഡ് സോ ഇറ്റ് വിൽ ബിക്കം എ ബാരിയർ. അതൊരു തടസ്സമായിട്ട് മാറുന്നു ബിക്കോസ് ഇറ്റ് ഈസ് ബിയോണ്ട് ഹിസ് മെന്റൽ കപ്പാസിറ്റി. Then next one, verbal barrier. Fourth one is verbal barrier. First one, intrapersonal barrier. Second one, interpersonal barrier. Third one, organizational barrier. And fourth one, verbal barrier. First one, verbal barrier means verbal means ഇവിടെ വാക്കുകൾ ഉപയോഗിക്കുക. Lack of proper planning. First one, proper പ്ലാനിങ് ഇല്ലാത്ത അവസ്ഥ. സ്പീക്കിംഗ് വിതൗട്ട് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ക്രിയേറ്റ് ബാരിയേഴ്സ് ആസ് ഇറ്റ് ഫെയിൽ ടു കമ്മ്യൂണിക്കേറ്റ് ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്?
സ്പീക്കിംഗ് വിതൗട്ട് പ്രോപ്പർ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് മുൻകൂട്ടി ചിന്തിക്കണം, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അങ്ങനെ പ്ലാനിങ് ഇല്ല എങ്കിൽ ഇറ്റ് മേ ക്രിയേറ്റ് കൺഫ്യൂഷൻ ആൻഡ് ഇറ്റ് മേ ഫെയിൽ ടു communicate or convey the purpose of communication, so it will become a barrier. Second one, selection of long variety of language. Words and sentences should be appropriate to the context and situation. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, the words and sentences should be appropriate to the context and situation. For example, use of scientific or medical terms. നമ്മൾ കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള വാക്കുകൾ അല്ലെങ്കിൽ സെൻസുകൾ വേണം ഉപയോഗിക്കാൻ. ഇല്ല എങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരനോട് സംസാരിക്കുന്ന സമയത്ത് സയന്റിഫിക് ടേംസ് അല്ലെങ്കിൽ മെഡിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ചാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. സോ വി മസ്റ്റ് യൂസ് പ്രോപ്പർ ലാംഗ്വേജ്. നെക്സ്റ്റ് വൺ, wrongly decoded and badly encoded message. നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. എൻകോഡിങ് മീൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് എ തോട്ട് ഇൻടു എ മെസ്സേജ്, ആൻഡ് ഡീകോഡിങ് മീൻസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദാറ്റ് മെസ്സേജ്. ആ ഒരു മെസ്സേജ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെ ഡീകോഡിംഗ് എന്ന് പറയുന്നു. ഇവിടെ റോങ്ലി ഡീകോഡഡ് ആൻഡ് ബാഡ്ലി എൻകോഡഡ് മെസ്സേജസ് മേ ലീഡ് ടു bad communication or it may be a barrier to communication. എന്താണ് പറഞ്ഞത്? The sender must be clear about proper punctuations, expressions and choice of correct words, etc. എന്തായിരിക്കണം? ഈ സെൻഡർ എന്ന് പറയുന്നത് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആള്, he must be clear about means he must be conscious of proper expressions. ചില ഫ്രേസസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ചോയ്സ് ഓഫ് കറക്റ്റ് വേർഡ്സ്, സിറ്റുവേഷൻ അനുസരിച്ച് വാക്കുകൾ ഉപയോഗിക്കണം. ദെൻ കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കോമ കിൽസ് എ മാൻ. നമുക്കറിയാം അല്ലെ, അതായത് കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഫ്രീ എന്നുള്ളത്, അതിൽ കോമ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിന്റെ പേരിലാണ് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്. അതായത് ഒരു ജഡ്ജി തൂക്കാൻ വിധിച്ചു, കുറ്റവാളിയെ തൂക്കാൻ വിധിച്ച സമയത്ത് അദ്ദേഹം എഴുതി കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഫ്രീ, അതാണ് അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചത്. പക്ഷേ എഴുതിയപ്പോഴ് കോമയുടെ വിട്ടുപോയി, കിൽ ഹിം നോട്ട് ലെറ്റ് ഹിം ഫ്രീ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി, അതില് കോമയോ കുത്തോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോ അത് ഇന്റർപ്രറ്റ് ചെയ്ത ആള് ഒരിക്കലും അവനെ കൊല്ലണം വിടരുത് എന്നാണ് വായിക്കുക. കാരണം കോടതിയുമായിട്ടുള്ള ആ ഒരു വാക്കായതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്തു. അങ്ങനെ കിൽ ഹിം അവിടെ കോമ ഇട്ടു, നോട്ട് ലെറ്റ് ഹിം ഫ്രീ എന്നുള്ളത്, അങ്ങനെ കോമ കിൽസ് എ മാൻ എന്നുള്ള ആ ഒരു യൂസേജ് തന്നെ നിലവിൽ വന്നത് അങ്ങനെയാണ്. അപ്പോ ഈ സെൻഡർ, ഈ മെസ്സേജ് അയക്കുന്ന ആള് അദ്ദേഹം എന്തായിരിക്കണം? ഹി മസ്റ്റ് ബി കോൺഷ്യസ് ഓഫ് ദീസ് എക്സ്പ്രഷൻസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അതേപോലെ തന്നെ punctuations, proper punctuations, etc. Otherwise it will lead to bad communication or it will become a barrier of communication. Next one, semantic gap. Semantic എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെമാന്റിക്സ് is the study of meaning. Here semantic gap or distortions may happen deliberately or accidentally. അത് പലപ്പോഴും മനഃപൂർവ്വമായിട്ട് സംഭവിക്കാം, അല്ലെങ്കിൽ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കാവുന്ന ഒന്നാണ് സെമാന്റിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസ്റ്റോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡൈവേർട്ട് ചെയ്ത് പോവാം, ശരിക്കുള്ള മീനിങ്ങിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിനെയാണ് സെമാന്റിക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഹിയർ ആംബിഗ്വസ് സെന്റൻസസ് മേ ക്രിയേറ്റ് കൺഫ്യൂഷൻ. ആംബിഗ്വസ് മീൻസ് അൺക്ലിയർ, നമുക്ക് വ്യക്തമല്ലാത്ത നിഗൂഢമായിട്ടുള്ള സെന്റൻസുകളൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ആൻഡ് ഇറ്റ് മേ ക്രിയേറ്റ് സെമാന്റിക് ഗ്യാപ്പ്. Next one, difference in perception of a message. Usage of various types of words that can be interpreted in many ways may lead to confusion. അതായത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന വാക്കുകൾ, ചില വാക്കുകൾക്ക് ഡബിൾ മീനിങ് ഉണ്ടാകും, പല അർത്ഥതലത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ ബാങ്ക് എന്ന് പറയുന്ന ആ വാക്ക് ബാങ്ക് എന്നുള്ള അർത്ഥമുണ്ട്, അതേപോലെ തീരം എന്ന അർത്ഥമുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകള്
അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് മേ ലീഡ് ടു കൺഫ്യൂഷൻ. എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് പെർസീവ്ഡ് ഇൻ വേരിയസ് വേസ് ആൻഡ് സോ ഇറ്റ് മേ ബിക്കം എ ബാരിയർ. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല ആളുകളും പല അർത്ഥത്തിലായിരിക്കും കാണുന്നത്. സോ ഇറ്റ് മേ ലീഡ് ടു എ ബാരിയർ ഓർ ഇറ്റ് മേ ലീഡ് ടു ബാഡ് കമ്മ്യൂണിക്കേഷൻ. Next one, variation in language. Variation in language means language has regional varieties, that is called dialects, and individual varieties that are called idiolects. Language in പല varieties ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കാസർഗോഡ് സംസാരിക്കുന്ന ഭാഷയല്ല തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത്. കാസർഗോഡ് സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ തൃശ്ശൂരിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, വളരെ വ്യത്യാസമാണ്. മലയാളമാണ് എങ്കിൽ തന്നെയും പലതരത്തിൽ അതിൽ ടോണിലായിക്കോട്ടെ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിലായിക്കോട്ടെ, അങ്ങനെ റീജിയണൽ വെറൈറ്റി മീൻസ് ഒരു പ്രത്യേക സ്ഥലത്ത് പെർട്ടിക്കുലർ ലാംഗ്വേജ് ദാറ്റ് ഈസ് സ്പോക്കൺ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, ഒരു പെർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ഏരിയയിൽ പറയുന്ന ആ ലാംഗ്വേജിനെയാണ് റീജിയണൽ ലാംഗ്വേജിനെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് there are individual varieties that are called idiolects. ഇൻഡിവിജ്വൽ വെറൈറ്റീസ് ഉണ്ട്, അതിന് ഇഡിയോലെക്റ്റ് എന്നാണ് പറയുന്നത്. സോ certain words and expressions are culture specific. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട, ഫോർ എക്സാമ്പിൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ, ഓണത്തപ്പൻ, ഓണക്കോടി, ഓണസദ്യ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇറ്റ് ഈസ് റിലേറ്റഡ് ഓർ ഇറ്റ് ഈസ് കൾച്ചർ ബൗണ്ടഡ് വേർഡ്സ്, കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. സോ അതേപോലെ തന്നെ വേറൊന്നും പറയാവുന്നത് ട്രൈബൽ ലാംഗ്വേജ്, അവരുടെ ഭാഷകളും ആ ഒരു വെറൈറ്റിയാണ്. സോ ഇറ്റ് മേ ലീഡ് ടു കൺഫ്യൂഷൻ. Then the last one is non-verbal barrier. നമ്മൾ പറഞ്ഞു barriers of communication are broadly divided into 5. First one intrapersonal, second one interpersonal, third one organizational barriers, fourth one verbal barriers, fifth one non-verbal barriers. Here non-verbal barrier, first division is avoid eye contact. A nervous speaker may look to the floor or roof while speaking, or a PowerPoint user concentrates on screen and completely avoid the audience. That may create a barrier. എന്താ പറയുന്നത്? Avoid eye contact. While we are communicating, there must be eye contact. ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നേരെ നമ്മൾ പറയാറുണ്ട് മുഖത്ത് നോക്കി സംസാരിക്കണം. അപ്പൊ ആ ഒരു ഐ കോണ്ടാക്ട് ഇല്ല എങ്കിൽ ഒരു നെർവസ് ആയിട്ടുള്ള വ്യക്തി, വളരെ പേടിച്ചരണ്ട സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തി, ഹി ഓഫൺ മേ ലുക്ക് ടു ദ ഫ്ലോർ ഓർ റൂഫ്, ഒന്നുകിൽ നിലത്ത് നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ റൂഫിൽ നോക്കിയിട്ടായിരിക്കും, എന്താണ് ആ ഒരു മുകൾ ഭാഗത്ത് നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത്, ഓഡിയൻസിനെ നോക്കില്ല. അപ്പൊ ഇറ്റ് മേ ക്രിയേറ്റ് പ്രോബ്ലം. അതേപോലെ തന്നെ ദ പവർ പോയിന്റ് യൂസർ, ഹി കോൺസെൻട്രേറ്റ്സ് കംപ്ലീറ്റ്ലി ഓൺ ദ സ്ക്രീൻ. പവർ പോയിന്റ് യൂസ് ചെയ്യുന്ന ആള് സ്ക്രീനിൽ നോക്കി സംസാരിക്കുക. ആൻഡ് ഹി ഈസ് കംപ്ലീറ്റ്ലി അവോയ്ഡിങ് ദ ഓഡിയൻസ്, ഓഡിയൻസിനെ ഒഴിവാക്കുന്നതും ഇറ്റ് ഓൾസോ ബിക്കം എ ബാരിയർ. അതേപോലെ തന്നെ ദിസ് ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട് ബിക്കം എ ബാരിയർ. നെക്സ്റ്റ് വൺ, കീപ്പിംഗ് ഹാൻഡ്സ് ഇൻ പോക്കറ്റ്സ് ഓഫ് ഹിസ് ട്രൗസേഴ്സ് ആൻഡ് റിൻസിങ് ഫിംഗേഴ്സ് ഓൾസോ ബിക്കം എ ബാരിയർ. മറ്റത് നോൺ വെർബൽ ബാരിയർ ആണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് നോൺ വെർബൽ ബാരിയറിൽ വരുന്നതാണ് ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്. നെക്സ്റ്റ് വൺ, കീപ്പിംഗ് ഹാൻഡ്സ് ഇൻ പോക്കറ്റ്സ്. ചില ആളുകൾ സംസാരിക്കാൻ വരുമ്പോൾ, പ്രസംഗിക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് പോക്കറ്റിൽ കൈയിട്ടിട്ട് നിന്ന് സംസാരിക്കുന്നത്. അതേപോലെ റിൻസിങ് ഓഫ് ഫിംഗേഴ്സ്, കൈകൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക, ആ കൈ ഇങ്ങനെ ഒന്നിൽ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ റിൻസിങ്. ഈ ഒരു സംഭവങ്ങളൊക്കെ this also creates a barrier. കാരണം ആ കോൺസെൻട്രേഷൻ, നമ്മൾ ഓഡിയൻസിന്റെ കോൺസെൻട്രേഷൻ അധികം ഈ കയ്യിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് മേ distort the concentration of the audience and it may lead to a barrier. Next one, continuous awkward gestures also affect the free flow of communication. മോശമായിട്ടുള്ള ജസ്റ്റേഴ്സ്, അതായത് ശരിയായ രീതിയിലുള്ള അവസരത്തിന് അനുയോജ്യമല്ലാത്ത ജസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ, ആ സന്ദർഭത്തിന് പറ്റാത്ത ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇറ്റ് മേ ഓഫൻ ലീഡ് ടു ബാഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇറ്റ് വിൽ ബിക്കം എ ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് സാധാരണ എക്സാമിന് പാരഗ്രാഫായിട്ട് അല്ലെങ്കിൽ എസ് എ ആയിട്ട് ചോദിക്കാറുണ്ട്. എസ് എ ആയിട്ടാണ് അധികം ചോദിക്കാറ്.
എസ് ആയിട്ട് ചോദിക്കുന്നത് what is communication and explain the barriers of communication. അല്ലെങ്കിൽ ഇത് പാരഗ്രാഫിനെ ചോദിക്കാറുണ്ട്. ഏതായാലും ഈ ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന തിയറി പാർട്ടാണ്. ആ ഭാഗത്ത് നിന്ന് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതേപോലെ തന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.